നമസ്കാരം. സംസ്ഥാനത്ത് ലഹരി മരുന്ന് മാഫിയകളുടെ പ്രവർത്തന ശൃംഖലയെ പൂർണ്ണമായിട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന ബൃഹത്തായ പദ്ധതി നാടെങ്ങും ശക്തമായി മുന്നേറുകയാണ്. കേവലം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ക്യാരിയർമാരെയോ വിതരണക്കാരെയോ മാത്രം പിടികൂടി കേസ് അവസാനിപ്പിക്കുന്ന മുൻകാല രീതികളിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാരിലേക്കും വൻകിട ലഹരി റാക്കറ്റ് തലവന്മാരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻകാല ഭരണ സംവിധാനങ്ങളുടെ കീഴിൽ ഇത്തരം ലഹരി വിരുദ്ധ പദ്ധതികൾ കൃത്യമായ നിരീക്ഷണവും ഏകോപനവുമില്ലാതെ വഴിമുട്ടിപ്പോയതും പിടിക്കപ്പെടുന്ന ചെറിയ കണ്ണികളിൽ മാത്രം അന്വേഷണം ഒതുങ്ങിപ്പോയതും ലഹരി സംഘങ്ങൾക്ക് സംസ്ഥാനത്ത് വേരൂന്നാൻ സഹായകരമായിരുന്നു എന്ന പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിമർശനങ്ങൾ കണക്കിലെടുത്താണ് പുതിയ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വൻ പൊളിച്ചെഴുത്ത് നടപ്പാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനങ്ങളോ മറ്റ് ബാഹ്യ ഇടപെടലുകളോ ലഹരി വേട്ടയെ ബാധിക്കില്ലെന്ന ശക്തമായ നിലപാടോടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘങ്ങളെപ്പോലും കയ്യോടെ പിടികൂടാനായിട്ട് പോലീസിൻ്റെ പ്രത്യേക വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി പോലീസ് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും മാറി ക്രമസമാധാന പാലനത്തിനും സാമൂഹിക തിന്മകൾക്കുമെതിരെയുള്ള ശക്തമായ ആയുധമായിട്ട് പോലീസിനെ മാറ്റാൻ കഴിഞ്ഞത് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള കയ്യടിയാണ് സർക്കാരിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും നേടിക്കൊടുക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാനായിട്ട് ലഹരി മാഫിയകൾ പുതിയതും അങ്ങേയറ്റം അപകടകരവുമായിട്ടുള്ള തന്ത്രങ്ങളാണ് നിലവിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് തങ്ങളുടെ ഒളിത്താവളങ്ങളും വീടുകളും വളയുന്ന സമയം കൊണ്ട് പ്രതികൾക്ക് സുരക്ഷിതമായിട്ട് ഓടി രക്ഷപ്പെടാനുള്ള സാവകാശം ഒരുക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അക്രമ സ്വഭാവത്തിന് പേരുകേട്ട വലിയ ഇനം വേട്ട നായ്ക്കളെ ഇവർ കാവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രാജപാളയം, കന്നി, ചിപ്പിപ്പാറ തുടങ്ങിയ തദ്ദേശീയ ഇനങ്ങൾ മുതൽ പിറ്റ്ബുൾ, റോഡ് വീലർ, ബെൽജിയം മലിനോസ്, ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങിയ വിദേശ ഇനങ്ങളിലുള്ള 10-20 നായ്ക്കളെയാണ് റെയ്ഡ് സമയങ്ങളിൽ പോലീസിന് നേരെ ഇവർ അഴിച്ചുവിടുന്നത്. തമിഴ്നാട്ടിലെ കാട്ടുഗ്രാമങ്ങളിൽ വേട്ടനായ്ക്കൾക്ക് നൽകുന്നതിന് സമാനമായ കഠിനമായ പരിശീലനങ്ങളാണ് ഈ ലഹരി മാഫിയകൾ തങ്ങളുടെ വളർത്തുനായ്ക്കൾക്ക് നൽകുന്നത്. കുതിച്ചു പായുന്ന ഇരുചക്ര വാഹനങ്ങളിലൊക്കെ തന്നെ മാംസകഷ്ണങ്ങൾ കെട്ടിത്തൂക്കി അതിന് പിന്നാലെ ഓടാൻ പഠിപ്പിച്ചും പോലീസുകാരുടെ സാന്നിധ്യവും യൂണിഫോമും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ആക്രമിക്കാനും ഇവയെ പ്രത്യേകം സജ്ജമാക്കുന്നു. ഇത്തരത്തിൽ 10-20 നായ്ക്കൾ ഒരേ സമയം അക്രമാസക്തരായിട്ട് ചീറിയടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസുകാർക്ക് പിന്നോട്ട് മാറേണ്ടി വരികയും ഈ സമയം ഉപയോഗിച്ച് പ്രതികൾ മയക്കുമരുന്ന് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഒളിപ്പിക്കാനോ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. മുൻപ് 2023 കോട്ടയം നട്ടാശ്ശേരിയിൽ കഞ്ചാവ് വേട്ടയ്ക്കായി എത്തിയ പോലീസ് സംഘത്തിന് നേരെ പിറ്റ്ബുൾ നായ്ക്കളെ അഴിച്ചുവിട്ട് റോബിൻ ജോർജ് എന്ന പ്രതി രക്ഷപ്പെട്ടതും കഴിഞ്ഞ ദിവസം പാലക്കാട്ട് 19കാരൻ എക്സൈസ് സംഘത്തിന് മുന്നിലേക്ക് 20ഓളം നായ്ക്കളെ തുറന്നുവിട്ട് കടന്നു കളഞ്ഞതും ഈ പുതിയ അക്രമ ശൈലിയുടെയൊക്കെ തന്നെ ഒരു തെളിവാണ്. കോട്ടയം ജില്ലയിലെ പായിപ്പാട് പള്ളിക്കച്ചിറയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സമാനമായ സംഭവത്തിൽ പ്രമുഖ ലഹരി വിതരണക്കാരനായിട്ടുള്ള ഇളപ്പുങ്കൽ പുതുപ്പറമ്പിൽ സൽമാൻ ഖാൻ എന്ന പ്രതി പോലീസ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെടുകയുണ്ടായി. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള സ്പെഷ്യൽ ടീമും തൃക്കണ്ണത്താനം പോലീസും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിലാണ് പ്രതിയുടെ വീട് വളഞ്ഞത്. എന്നാൽ പോലീസുകാർ വീടിന് സമീപത്തെത്തിയതോടെ പ്രതി വളർത്തുന്ന 3 വലിയ ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കൾ കൂട്ടിലിരുന്ന് ഉച്ചത്തിൽ കുരച്ച് ബഹളം വയ്ക്കുകയും ഈ ശബ്ദം കേട്ട് അപകടം മനസ്സിലാക്കിയ സൽമാൻ ഖാൻ വീടിന്റെ പിൻവാതിലിലൂടെ ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്തേക്ക് പെട്ടെന്ന് എത്തിയതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ഈ നായ്ക്കളെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അഴിച്ചുവിടാനുള്ള സമയം ലഭിക്കാതിരുന്നത്. അല്ലാത്ത പക്ഷം വലിയൊരു അക്രമ സംഭവം അവിടെ തീർച്ചയായിട്ടും അരങ്ങേറുമായിരുന്നു. വിവാഹത്തിന് ശേഷം കുറച്ചു കാലം ലഹരി ഇടപാടുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന സൽമാൻ ഖാൻ അടുത്തിടെയാണ് വീണ്ടും ഈ രംഗത്ത് സജീവമാവുകയും ആഡംബര ജീവിതം നയിക്കാനായിട്ട് വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും ചെയ്തത്. ഇയാളുടെ ഒളിത്താവളമായിരുന്ന വീട്ടിൽ നടത്തിയ വിശദമായ തിരച്ചിലിൽ 7 ഗ്രാം MDMA പോലീസ് കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ഈ പ്രതി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സൽമാൻ ഖാൻ്റെ വീട്ടിലേക്ക് പോലീസിനെ നയിച്ചതും ഇയാളുടെ മയക്കുമരുന്ന് ശേഖരത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചതും ഇയാളുടെ അടുത്ത സുഹൃത്തും ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണിയുമായിട്ടുള്ള സജിത് സജയൻ എന്ന യുവാവ് പിടിയിലായതോടെയാണ്. പായിപ്പാട് പള്ളിക്കത്തോട് കറുകുറ്റയിൽ വീട്ടിൽ സജിത് സജയനെ തൃക്കണ്ണത്താനം പോലീസ് കുന്നമ്പർ ഭാഗത്ത് നടത്തിയ ലഹരി വിരുദ്ധ വാഹന പരിശോധനയ്ക്കിടയിലാണ് ബൈക്കിൽ കടത്തുകയായിരുന്ന MDMAയുമായിട്ട് കയ്യോടെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ ഇയാളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സൽമാൻ ഖാൻ്റെ വീട്ടിലേക്ക് റെയ്ഡിനായിട്ട് തിരിഞ്ഞത്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതോടെ പോലീസ് സ്വീകരിക്കുന്ന പ്രത്യേക തന്ത്രമാണ് ഈ ശൃംഖലയിലെ വിജയത്തിന് പിന്നിലും. അതായത് ഏതെങ്കിലും ഒരു സാധാരണ കാരിയർ മയക്കുമരുന്നുമായിട്ട് പിടിയിലായാൽ ഉടനടി അയാളിൽ നിന്ന് വിപുലമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരുടെ വിവരങ്ങളും ഫോൺ രേഖകളും പോലീസ് ശേഖരിക്കുന്നു. തുടർന്ന് ആ വിവരങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ചങ്ങല പോലെ ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ലഹരി സംഘങ്ങളെയും ഒരേ സമയം വളഞ്ഞു പിടിക്കുന്ന രീതിയാണ് പോലീസ് ഇവിടെ അവലംബിക്കുന്നത്.
മയക്കുമരുന്ന് മാഫിയയുടെ തലപ്പത്തിരിക്കുന്ന വൻ തോക്കുകളാണ് തങ്ങളുടെ വിതരണക്കാർക്ക് പോലീസിനെ പ്രതിരോധിക്കാനായിട്ട് ഇത്തരം വില കൂടിയതും അക്രമാസക്തവുമായിട്ടുള്ള നായ്ക്കളെ വാങ്ങി നൽകുന്നതും അവയെ പരിശീലിപ്പിക്കുന്നതുമെന്ന ഗുരുതരമായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമായൊക്കെ തന്നെ ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നത് കേരള രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റവും വലിയ MDMA വേട്ടകളിൽ DYFI തൃക്കൊടിത്താനം മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന ജയത്ത്, ചിരഞ്ചിറ പുതുപ്പറമ്പിൽ സനൂപ് ഷാജി തുടങ്ങിയ പ്രമുഖ പാർട്ടി പ്രവർത്തകർ പിടിയിലായത് പ്രതിപക്ഷത്തെയും അതിൻ്റെ യുവജന സംഘടനയെയും വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പാർട്ടി ബന്ധങ്ങൾ ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ പോലീസിൽ നിന്ന് ലഭിച്ചിരുന്ന അനുകൂല നിലപാടുകൾ ഭരണമാറ്റത്തോടെയും പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കർശനമായിട്ടുള്ള നിലപാടുകളോടെയും ഇല്ലാതായി എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഈ ലഹരി സംഘങ്ങൾ. ഏതായാലും കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ പല പ്രതികളും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രൊഫൈലൊക്കെ തന്നെ ലോക്ക് ചെയ്യാനും പാർട്ടിയുമായും പ്രമുഖ നേതാക്കളുമായുമുള്ള ചിത്രങ്ങളുമൊക്കെ തന്നെ പോസ്റ്റുകളും അടിയന്തരമായി നീക്കം ചെയ്ത് അക്കൗണ്ടുകൾ ക്ലിയർ ചെയ്യാനും തുനിഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ മുൻപ് പല ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ജയിത്തിനെ പോലെയുള്ള പ്രതികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്നത് പാർട്ടിയിൽ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹിത്വമുള്ള പ്രമുഖ അഭിഭാഷകരാണെന്ന വസ്തുതയും പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ആരായാലും ലഹരിക്കടത്തിൽ ഉൾപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുമെന്ന ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരേ സമയം വിവിധ ജില്ലകളിൽ നടത്തിയ മിന്നൽ പരിശോധനകളിൽ കഴിഞ്ഞ ദിവസം മാത്രമായിട്ട് 109 പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും സ്ത്രീകൾ ഉൾപ്പെടെ 131 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേവലം പുരുഷന്മാർ മാത്രമല്ല, വലിയ അളവിൽ മയക്കുമരുന്നുകൾ ഒളിപ്പിച്ചു കടത്തുന്നതിനായിട്ട് ലഹരി സംഘങ്ങൾ സ്ത്രീകളെ വ്യാപകമായിട്ട് ക്യാരിയർമാരായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയും ഇപ്പോൾ ഈ പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട്. തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള വർക്കല, കാട്ടാക്കട, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരി മരുന്നുകളുമായി നിരവധി യുവാക്കളെയാണ് ഡാൻസ് ഓഫ് സംഘം പൊക്കിയത്. ഇതിൽ കഴക്കൂട്ടത്ത് നിന്ന് 7 കിലോഗ്രാം MDMAയുമായിട്ട് പിടിയിലായ ഷാരോൺ ഒരു സ്ഥിരം ലഹരി വ്യാപാരിയാണ്. അതുപോലെ കാട്ടാക്കടയിൽ പോലീസ് കൈ കാണിച്ചിട്ടും വാഹനം നിർത്താതെ പോയ അജിത്ത് എന്നയാളെ പിന്തുടർന്നുകൊണ്ട് പിടികൂടുകയുണ്ടായി. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയാകട്ടെ മയക്കുമരുന്നിനൊപ്പം തന്നെ അനധികൃതമായിട്ട് സൂക്ഷിച്ച തോക്കുകളും മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. മുൻപ് പെരുമ്പാവൂർ പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടന്ന ലഹരി വിൽപ്പനയ്ക്ക് നേരെ പോലീസ് പേരിന് മാത്രം പരിശോധന നടത്തി മടങ്ങിയിരുന്ന സ്ഥാനത്ത് ഇന്നാകട്ടെ വിവരങ്ങളൊക്കെ തന്നെ ചോർന്നു പോകാതെ അതിശക്തമായിട്ടുള്ള റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെയും വിവിധ പ്രാദേശിക സംഘടനകളുടെയും പൂർണ്ണ പിന്തുണയോടെയും വിവരശേഖരണത്തോടെയും മുന്നേറുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ, ഈ പദ്ധതി ലഹരി വിപത്തിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നത് വരെ വീര്യം ചോരാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും ലക്ഷ്യമിടുന്നത്.